കർണാടകയിലെ മുസ്ലിം പ്രീണനത്തിനെതിരെ തുറന്നടിച്ച് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ. മുസ്ലിം സംവരണം ഭരണഘടനാ വിരുദ്ധമെന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന്റെ കാലത്ത് തുടങ്ങിയ മുസ്ലിം പ്രീണനം കോൺഗ്രസ് ഇന്നും തുടരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന് സംവരണം നൽകുന്ന ഒരു വ്യവസ്ഥ ഭാരതത്തിന്റെ ഭരണഘടനയിലില്ല. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കർണാടകയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി, മുസ്ലിം വിഭാഗത്തിന് വേണ്ടി വലിയ സംവരണം ബജറ്റിലടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിനെതിരെയാണ് യുവമോർച്ച പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നത്. ഇതിൽ തേജസ്വി സൂര്യയാണ് ഇന്നിപ്പോൾ BJPയുടെ കേന്ദ്ര കാര്യാലയമായ ദീൻദയാൽ മാർഗിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പാർട്ടി നിലപാട് വിശദീകരിച്ചത്. അദ്ദേഹം, നമുക്കറിയാം, യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ്. സൗത്ത് ബംഗളൂരു MP ആയ തേജസ്വി സൂര്യ. തേജസ്വി ചൂണ്ടിക്കാണിച്ചത് ഈ സംവരണം മതപരമായ അടിസ്ഥാനത്തിൽ നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഭരണഘടന രൂപപ്പെടുത്തുന്ന കാലത്ത് തന്നെ BR അംബേദ്കറെ പോലുള്ള ഭരണഘടനയുടെ ശില്പിയും അതല്ലെങ്കിൽ ഇതിനെ രൂപപ്പെടുത്തുന്ന ഡ്രാഫ്റ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ എതിർത്തിട്ടുണ്ട്. മാത്രമല്ല, അടുത്ത കാലത്ത് രാജ്യത്തെ പല കോടതികൾ, വിവിധ ഹൈക്കോടതികളാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും വിവിധ ജഡ്ജ്മെൻറ്റുകൾക്കിടയിൽ മതപരമായ സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഭരണഘടനയിൽ എങ്ങും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് കർണാടകയിൽ ചെയ്യുന്നത് മുസ്ലിം സംവരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക മതത്തിന് നൽകുന്നു എന്നത് BR അംബേദ്കറോടും അതോടൊപ്പം തന്നെ ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ് എന്നാണ് തേജസ്വി സൂര്യ ചൂണ്ടിക്കാണിച്ചത്. ഇത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് മുസ്ലിം പ്രീണനം എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. കാരണം നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി. ജവഹർലാൽ നെഹ്റുവുമായി BR അംബേദ്കർ തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് അദ്ദേഹം നെഹ്റുവിൻ്റെ രീതികളിൽ നിന്നും വേർപിരിഞ്ഞ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് നെഹ്റുവിൻ്റെ ഇത്തരം സമീപനം കൊണ്ടാണ് എന്നും തേജസ്വി സൂര്യ വിമർശിക്കുകയുണ്ടായി. മാത്രമല്ല, നേരത്തെ ആന്ധ്രാപ്രദേശിലും സമാനമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സർക്കാർ 2004 കാലഘട്ടത്തിൽ മത അടിസ്ഥാനത്തിലുള്ള സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുകയും അത് പിന്നീട് ആന്ധ്രാപ്രദേശിലെ ഹൈക്കോടതി അത് റദ്ദാക്കുകയും ചെയ്ത കാര്യം കൂടി തേജസ്വി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ 4% മുസ്ലിം സംവരണം എന്ന നയത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ യുവമോർച്ചയും ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണന നയത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ സംഭവം എന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ തേജസ്വി സൂര്യയും യുവമോർച്ചയും ദേശീയ തലത്തിൽ ശ്രമിക്കുന്നത്. നീലിമ, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.